സൗജന്യമായിട്ട് എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ടുണ്ടോ? അതിനകത്തൊന്നും മസിൽ പിടിക്കാൻ നിൽക്കുക. നിങ്ങളുടെ ഒന്നും അല്ല അതൊന്നും. ദൈവം തന്ന അതൊക്കെ ക്ഷമ സൗജന്യമായി കിട്ടിയതാണോ? നിങ്ങളോട് ദൈവം ക്ഷമിച്ചത് നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടാണോ? പിന്നെന്താ നിങ്ങൾ ക്ഷമിക്കാത്തെ? Forgive. Forgive എന്ന് പറഞ്ഞാൽ എന്തുവാ? കൊടുക്കുക. Forgiveness. ക്ഷമ കൊടുക്കാനുള്ളതാണ്. ക്ഷമ ആ വ്യക്തിക്ക് കൊടുക്കുക. ആ വ്യക്തി തന്നൊരു വേദനയുണ്ട്, ഉറപ്പായിട്ടും നിന്നെ വേദനിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ ഭാഷയെ പറഞ്ഞ പണി തന്നിട്ടുണ്ട്. ആ വേദന അങ്ങോട്ട് മുട്ടേ കുത്തിയെന്ന് ദൈവത്തിന്റെ കയ്യിലോട്ടും, എന്നിട്ട് ആ ക്ഷമ ആ പുള്ളിക്ക് കൂടെ, എന്നിട്ട് നീ കയറങ്ങ് വിട്. സൗജന്യമായി നിനക്കത് ലഭിച്ചു, സൗജന്യമായി നീ അത് കൊടുക്കണം. ഐക്യത എവിടെയുണ്ടോ അവിടെ ദൈവം ഉണ്ടാകും. അപ്പൊ ഐക്യത ഉണ്ടാകാനുള്ള ഒന്നാമത്തെ തത്വമാണ് സ്നേഹം. സ്നേഹമുള്ളിടത്ത് ഐക്യത ഉണ്ടാകും. അങ്ങനല്ലേ ബൈബിൾ എഴുതിയിരിക്കുന്നത്? കർത്താവിൻ്റെ സ്നേഹത്തിനകത്ത് ആ ഐക്യത ഉണ്ടാകും. ഐക്യതയുള്ളിടത്ത് സമാധാനം ഉണ്ടാകും. സമാധാനമുള്ളിടത്ത് ബന്ധമുണ്ടാകും. ആ ബന്ധം സമാധാന ബന്ധത്തിൽ കാക്കാൻ ശ്രമിക്കുവിൻ. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ക്ഷമിക്കുന്ന ഹൃദയം. മത്തായി 18 എടുത്തേ. മത്തായി 18 21, 22 വാക്യങ്ങൾ എല്ലാവരും വായിച്ചു. അപ്പോൾ പത്രോസ് അവൻ്റെ അടുക്കൽ വന്നു. കർത്താവേ, സഹോദരൻ എത്ര വട്ടം എന്നോട് പിഴച്ചാൽ ഞാൻ ക്ഷമിക്കണം? 7 വട്ടം മതിയോ എന്ന് ചോദിച്ചു. അടുത്ത വാക്യം 22-ാം വാക്യം. യേശു അവനോട് 7 വട്ടം അല്ല 70 വട്ടം എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. പത്രോസ് ചില ഷോർട്ട് ടെമ്പേർഡ് പേഴ്സൺ ആണ്. പത്രോസിന് അങ്ങനെ അങ്ങോട്ട് ക്ഷമിക്കാനുള്ള ഒരു ആറ്റിറ്റ്യൂഡുള്ള ആളല്ല. നമ്മളത് പലയിടത്തും കണ്ടിട്ടുണ്ട്. ശമര്യരെ കാണുമ്പോൾ പുള്ളിയിലുള്ള യഹൂദം പുറത്തു വരും. ശമര്യരെ കണ്ടപ്പോൾ എന്താ പത്രോസ് പറഞ്ഞേ? ഏലിയാവ് തീ ഇറക്കി അന്ന് കർമ്മേലി ചെയ്ത ശുശ്രൂഷ നമുക്ക് ഈ ശമര്യന്റെ മേളിൽ ചെയ്യാന്ന് പറഞ്ഞു. അവനെ തീ ഇറക്കി അങ്ങ് നശിപ്പിക്കാൻ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. എനിക്കിഷ്ടമില്ലാത്തവൻ നശിച്ചു കാണാൻ ആഗ്രഹിക്കുന്ന എൻ്റെ ഹൃദയമുണ്ടല്ലോ, എനിക്ക് താല്പര്യമില്ലാത്തവനെതിരെ ഞാനിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വേണ്ടാത്ത പ്രാർത്ഥനയുണ്ടല്ലോ, അതുള്ളവനോട് യേശു ചോദിക്കുന്ന ചോദ്യം പത്രോസിനോട് ചോദിച്ചതാണ്, നീ ഏതാത്മാവിന് അധീനനാണ്? ഈ മനുഷ്യനാണ് കർത്താവിനോട് ചോദിക്കുന്നത്, 7 വട്ടം ക്ഷമിച്ചാൽ മതിയോ? അപ്പൊ കർത്താവ് പറഞ്ഞു 7 വട്ടം അല്ല 70 വട്ടം. അപ്പം അതിന്റെ അർത്ഥം എന്നാ? 490 പ്രാവശ്യം. 7 × 70 എത്ര? 490. 490 പ്രാവശ്യം ക്ഷമിക്കണമെന്നാണോ? അതോ 70 വട്ടം ക്ഷമിക്കണമെന്നാണോ? ഇതൊരു നമ്പറിനെ കുറിച്ചല്ല യേശു പറയുന്നത്, ഇതൊരു ആറ്റിറ്റ്യൂഡിനെ കുറിച്ചാണ്. ആമേൻ. അത് കർത്താവ് 23 മുതലുള്ള വാക്യത്തിൽ കൃത്യമായിട്ട് പ്രൂവ് ചെയ്തു കൊടുത്തു. സ്വർഗരാജ്യം തൻ്റെ ദാസന്മാരുമായി അവൻ കണക്ക് നോക്കി തുടങ്ങിയപ്പോൾ 10,000 താലന്ത് കടപ്പെട്ട ഒരുത്തനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവന് വീട്ടാൻ വകയില്ലാകിയാൽ അവൻ്റെ യജമാനൻ അവനെയും ഭാര്യയും മക്കളെയും അവനുള്ളതൊക്കെയും വിറ്റ് കടം തീർപ്പാൻ കൽപ്പിച്ചു. 27-ാമത്തെ വാക്യം വായിച്ചേ. 27. അപ്പോൾ ആ ദാസന്റെ യജമാനൻ മനസ്സരിഞ്ഞ് അവനെ വിട്ടയച്ചു, കടവും ഇളച്ചു കൊടുത്തു. ആ ദാസൻ പോകുമ്പോൾ തനിക്ക് 100 വെള്ളിക്കാശ് കടംപെട്ട ഒരു കൂട്ടുദാസനെ കണ്ടു. തൊണ്ടയ്ക്ക് പിടിച്ച് ഞെക്കി, നിന്റെ കടം തീർക്കുക എന്ന് പറഞ്ഞു. അവന്റെ കൂട്ടുദാസൻ, എന്നോട് ക്ഷമ തോന്നണമേ, ഞാൻ തന്നു തീർക്കാമെന്ന് അവനോട് അപേക്ഷിച്ചു. എന്നാൽ അവൻ മനസ്സില്ലാതെ ഉടനെ ചെന്ന് കടം വീട്ടുമ്പോൾ അവനെ തടവിലാക്കിച്ചു. ഈ സംഭവിച്ചത് അവന്റെ കൂട്ടുദാസന്മാർ കണ്ടിട്ട് വളരെ ദുഃഖിച്ചു എന്ന് സംഭവിച്ചതൊക്കെ യജമാനെ ബോധിപ്പിച്ചു. യജമാൻ അവനെ വിളിച്ചു, ദുഷ്ടദാസനെ, നീ എന്നോട് അപേക്ഷിക്കാൻ ഞാൻ ആ കടമൊക്കെയും ഇളച്ചു തന്നുവല്ലോ. എനിക്ക് നിന്നോട് കരുണ തോന്നിയതുപോലെ നിനക്കും കൂട്ടുദാസനോട് കരുണ തോന്നേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. ഇതാണ് ആറ്റിറ്റ്യൂഡ്. അത് കണക്കല്ല, അതൊരു മനോഭാവമാണ്. കാരണം ഇത് യേശു പഠിപ്പിച്ച ഒരു വാക്കാണ്. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണം. Forgiveness എന്ന വാക്കിന്റെ അർത്ഥം the freedom to let go. ക്ഷമ
എന്ന വാക്കിന്റെ അർത്ഥം. ഞാൻ ആ കയറ് മുറുക്കി പിടിക്കുന്നില്ല. ഇനി ഞാൻ വലിക്കാൻ നിന്നാൽ എൻ്റെ കൈ മുറിയും. അതുകൊണ്ട് ഞാൻ ഈ കയറ് വിടുകയാണ്. സൗജന്യമായിട്ട് എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ടുണ്ടോ? അതിനകത്തൊന്നും മസിൽ പിടിക്കാൻ നിൽക്കരുത് കേട്ടോ. നിങ്ങളുടെ ഒന്നും അല്ല അതൊന്നും. ദൈവം തന്ന അതൊക്കെ ക്ഷമ സൗജന്യമായി കിട്ടിയതാണോ? നിങ്ങളോട് ദൈവം ക്ഷമിച്ചത് നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടാണോ? പിന്നെന്താ നിങ്ങൾ ക്ഷമിക്കാത്തെ? Forgive. Forgive. Give. Forgive. Give എന്ന് പറഞ്ഞാൽ എന്തുവാ? കൊടുക്കുക. Forgiveness. Forgive. Forgiveness. ക്ഷമ കൊടുക്കാനുള്ളതാണ്. ക്ഷമ ആ വ്യക്തിക്ക് കൊടുക്കുക. ആ വ്യക്തി തന്നൊരു വേദനയുണ്ട്, ഉറപ്പായിട്ടും നിന്നെ വേദനിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ ഭാഷയെ പറഞ്ഞാൽ പണി തന്നിട്ടുണ്ട്. ആ വേദന അങ്ങോട്ടും ഇങ്ങോട്ടേ കുത്തിയെന്ന് ദൈവത്തിൻ്റെ കയ്യിലോട്ട്, എന്നിട്ട് ആ ക്ഷമ ആ പുള്ളിക്ക് കൂട്. എന്നിട്ട് നീ കയറങ്ങ് വിട്. സൗജന്യമായി നിനക്കത് ലഭിച്ചു. സൗജന്യമായി നീ അത് കൊടുക്കണം.